സുഹൃത്തുക്കളെ, ഇത് സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് പുതുപ്പള്ളി. ഞാൻ എല്ലാ വർഷവും ലീവിന് നാട്ടിൽ വരുമ്പോൾ പുതുപ്പള്ളി പള്ളി, മണർകാട് പള്ളി, പരുമലപ്പള്ളി, മരുതിമൂട് പള്ളി, അങ്ങനെ കുറേ പള്ളികളിൽ പോകാറുണ്ട്. അങ്ങനെ ഈ വർഷവും പുതുപ്പള്ളി പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങളിൽ പലരും ഇതുവരെ പുതുപ്പള്ളി പള്ളിയിൽ വന്നിട്ടില്ലാത്തവർ ഉണ്ടെന്നറിയാം. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായി ഷെയർ ചെയ്യുകയാണ്. ഗീവറീസ് സഹദാടെ തിരുശേഷിപ്പ് ഒഴുകുന്ന പള്ളിയും കൂടിയാണ് പുതുപ്പള്ളി പള്ളി. ഈ പള്ളിയുടെ മറ്റൊരു പ്രത്യേകത, കേരള മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ അടക്കം ചെയ്തിരിക്കുന്നത് ഈ ചർച്ചിലാണ്. വീഡിയോയോട് ലാസ്റ്റ് ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. ഓസ്റ്റിൻ വളരെ ഹാപ്പിയാണ്. കാരണം അവൻ പള്ളിയിൽ വരുന്നതിനേക്കാൾ അവന് ഇഷ്ടം അവൻ്റെ ഹീറോ ആയിരുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറ കാണുക എന്നുള്ളതാണ്. ഇതിന് മുന്നേ വന്നപ്പോഴും അവന് അവിടെ പോയിരുന്നു, ഞങ്ങളെല്ലാവരും പോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൻ വളരെ ഹാപ്പിയാണ്. ചർച്ചിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചത് സ്റ്റെപ്പ് വഴി തന്നെയാണ്. സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സൈഡിലായി നടപ്പാതെ ഒരുക്കിയിട്ടുണ്ട്. അതിലേക്കൂടെ വേണമെങ്കിലും നടന്ന് പ്രവേശിക്കാം. അങ്ങനെ ചർച്ചിനുള്ളിൽ പ്രവേശിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും നേർച്ചകളും കഴിച്ച ശേഷം കുറേ സമയം ഇവിടെ ചിലവഴിച്ചു. അതിനുശേഷം അപ്പോഴേക്ക് ഓസ്റ്റി വളരെ ധൃതി പിടിച്ചു കൊണ്ടിരുന്നു. കാരണം അവൻ്റെ ഹീറോ ആയിരുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയിലേക്ക് പോകാൻ അവൻ ഞങ്ങൾക്ക് മുൻപിലായി ഓരോന്ന് സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അവനറിയാൻ വരുന്ന കല്ലറ എവിടെയാണെന്നുള്ളതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും പോയതുകൊണ്ടാണ്. കല്ലറയിലെത്തിയപ്പോൾ അവിടെ ചെറിയ മെയിൻ്റനൻസ് വർക്ക് നടക്കുകയായിരുന്നു. എങ്കിലും അവർ ഞങ്ങളെ അനുവദിച്ചു ഫോട്ടോ എടുക്കാനും മറ്റുമായി. അപ്പോഴാണ് അവിടെ ഒരാളിരിക്കുന്നതായി അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് മറ്റാരുമല്ല, നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ വൈഫ് മറിയാമ്മ ആൻറ്റി ആയിരുന്നു. ആൻറ്റി അവനെ തിരിച്ചറിയാൻ സാധിച്ചു. ആൻറ്റിയോട് കുറേ കുശലാന്വേഷണങ്ങൾ നടത്തി. ആൻറ്റിക്ക് അവനെ ഒരുപാട് ഇഷ്ടമായി, അവനെ അനുഗ്രഹിച്ചു. അതിനുശേഷം അവരോട് ഞങ്ങൾ യാത്ര പറഞ്ഞ് മുൻപ് പറഞ്ഞ നടപ്പാത വഴി ചർച്ചിന് പുറത്തേക്ക് വന്നു. അവിടെയുള്ള കാഴ്ചകൾ കാണാൻ വളരെ മനോഹരമാണ്. അങ്ങ് ദൂരെയായി നമുക്ക് വേറൊരു ചർച്ചും കാണാം. ആ ചർച്ചിൻ്റെ പേരെനിക്കറിയില്ല, അത് മർത്തോമ ചർച്ചാണെന്ന് അറിയാം. അതിനുശേഷം ഞങ്ങൾ ഗേറ്റിന് സൈഡിലായുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ച ശേഷം അവിടെ നിന്ന് നേരെ പരുമലപ്പള്ളിയിലേക്ക് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം.